ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പ്രൈമറി സ്കൂൾ UP സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു സാറിനോടൊപ്പമാണ്. സാറിനെ ഞാനൊരു 40 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ 2, 3, 4 സാർമാരിൽ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് MA ദേവസ്യ സാർ എന്നാണ്. അദ്ദേഹം പെരുമ്പൻചിയിലാണ് താമസം. കൂടുതൽ കാര്യങ്ങൾ സാറിനോടും സാറിൻ്റെ അമ്മാമ്മയോടും ഭാര്യയോടും നമുക്ക് ചോദിച്ചറിയാം. പ്ലീസ് വെൽക്കം MA ദേവസ്യ ഫ്രം പെരുമ്പനച്ചി. സാർ പറഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇതുപോലെ പഠിപ്പിച്ച ഒരാൾ വിദേശത്തെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഗുരു എന്നുള്ള സ്ഥാനത്തെ ആളിനെ അന്വേഷിച്ച് വരുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പേരൻസ് അധ്യാപകരായിരുന്നു. അവർ രണ്ടുപേരുമായിട്ട് എനിക്ക് വളരെ അടുത്ത സഹവാസം ഉണ്ടായിരുന്ന ആളുകളാണ്. മദർ അഡ്മിഷൻസായിട്ട് ഞാൻ പഠിപ്പിച്ച പുത്രപ്പള്ളി സ്കൂളിനടുത്ത് കരിക്കാനിലയം CSLP സ്കൂളിൽ ഉണ്ടായിരുന്നു. എന്നും തന്നെ ഞങ്ങൾ സാധാരണ കണ്ടുമുട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ആത്മബന്ധം കൂടെ ശ്രീ ഫിലിപ്പ് അല്ലേ, പോത്തൻ സാർ അല്ല, എൻ്റെ പേര് സെന്നി പോത്തൻ. സെന്നി പോത്തനുമായിട്ടുണ്ട്. പോത്തൻ സാറിനെയും സാറാമ്മ ടീച്ചറിനെയും അതുപോലെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ട ആളുകളാണ്. എന്താണ് എന്നെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ചോദിച്ചോളാം. സാറ് പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ചോദിച്ചോളാം. താങ്ക് യു. ഒരു മിനിറ്റ്. സാറ് എനിക്ക് അറിയേണ്ടത്, സാറ് ജനിച്ച സ്ഥലം പെരുമ്പനച്ചിയിൽ എങ്ങനെ എത്തിപ്പെട്ടു? ഇത് കുടുംബ സ്വദേശമാണോ? പിന്നെ എങ്ങനെ അധ്യാപക വൃത്തിയിലെത്തി? ഈ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. എൻ്റെ ജന്മസ്ഥലം മാടപ്പള്ളി പഞ്ചായത്ത്. മാടപ്പള്ളി ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്, പുരാതനമായ ഭഗവതി ക്ഷേത്രം. അതിൻ്റെ 2 പറമ്പ് മാറിയാണ് ഞങ്ങളുടെ മുളവന കുടുംബം. അവിടെയായിരുന്നു എൻ്റെ ജന്മവും ഏതാണ്ട് അധ്യാപക ജോലി ലഭിക്കുന്നവരെയുള്ള ഗ്രാമീണ കർഷക സാധാരണ ജീവിതവും. അന്നൊക്കെ ഞങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, കന്നുകാലി വളർത്ത കൃഷി, ആ രീതിയിലായിരുന്നു. ആ നാളുകളെന്ന് പറയുന്നത് ഏതാണ്ട് 1930 എൻ്റെ 38-ലാണ് എൻ്റെ ജന്മവർഷം. ആ കാലത്ത് നിന്ന് വളരെ ദാരിദ്ര്യമുള്ള കാലഘട്ടമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ല. പക്ഷെ ആ ദാരിദ്ര്യം, ഞങ്ങൾക്ക് വലിയ ദാരിദ്ര്യമില്ലായിരുന്ന കർഷകരായിരുന്നുകൊണ്ട് കപ്പയും കഞ്ഞി കുടിക്കാൻ നെല്ലും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വർഷങ്ങളായിട്ട് അങ്ങനെ കഴിഞ്ഞു. ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ ഞങ്ങളെ വീടുമായിട്ട് വളരെ സഹകരിച്ചും സ്നേഹിച്ചും കഴിഞ്ഞു. അവർക്കൊക്കെ ഈ ദാരിദ്ര്യ മേഖലയിലുള്ള സഹായം ചെയ്യാൻ എൻ്റെ അമ്മ വളരെ ഉത്സുകയായിരുന്നു. വളരെ ബന്ധപ്പെട്ട നാനാജാതി ജനങ്ങൾ, നമ്പൂരി മുതൽ നായാടി എന്ന് പറയുന്ന പോലെ എല്ലാ ജാതിക്കാരും എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നു. കല്ലന്, വേലന്, കൊല്ലന്, തട്ടാന്, പുലയന്, പറയന്, നമ്പൂരി. ഞങ്ങളൊരു കുടുംബമായി, മുളവന കുടുംബം ഒരു കുടുംബമായിരുന്നു അതിൻ്റെ നടുക്കുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അവരൊക്കെ വലിയ സ്നേഹവും സഹകരണമുള്ള വളരെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. എന്ത് കാര്യത്തിനും ഓടി കൂടുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചത് അധ്യാപക വൃത്തി. അന്ന് വിദ്യാഭ്യാസമൊന്നും അത്ര നിർബന്ധ വിദ്യാഭ്യാസമൊന്നുമില്ല. പള്ളിക്കൂടത്തിൽ വിടും പോകും എന്നൊക്കെ അല്ലത് കഴിഞ്ഞ് അതിന് വലിയ നിഷ്ഠയൊന്നുമില്ല. എല്ലാ കുട്ടികളുടെയും, സാധാരണ പോകുന്ന കുട്ടികളുടെയൊക്കെ പ്രധാനമായിട്ട് സ്കൂളിൽ സമയത്ത് ഓടി പോകണം. പിന്നെ വന്നാൽ വീട്ടിൽ കന്നാലി, ആടെ കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്നതായിരുന്നു. 10ാം ക്ലാസ് പാസ്സായപ്പം ഏതാണ്ട് 600-ലാണ് 600-ലെ മാർക്ക്, 300 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ ഉണ്ടായിരുന്നു മാർക്കിന്. എനിക്ക് ഏതായാലും അന്ന് 265 മാർക്ക് എന്നിട്ടാണ്, ഓർക്കുന്നില്ല കൃത്യമായിട്ട്, കിട്ടി. പിന്നെ എന്ത് ചെയ്യണം, പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ നാൾ ടൈപ്പ് റൈറ്റിങ്ങിന് ഇങ്ങനെ ഇവിടുന്ന് നടന്ന് ഞങ്ങൾ എൻ്റെ കസിനൊക്കെ ആയിട്ട് ചങ്ങനാശ്ശേരി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് വാഹനമൊന്നും വളരെ അപൂർവമാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിൽ കാശ് കൊടുത്ത് പോകാനുള്ള സാഹചര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ TTCക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മറുപടി പറയാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ കമ്മിറ്റിക്ക് എന്നോടൊരു താല്പര്യം തോന്നിയതിൻ്റെ പേരിൽ അവരങ്ങ് സെലക്ട് ചെയ്യായിരുന്നു.
2 കൊല്ലം NSSൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കത്തോലിക്ക മാനേജ്മെൻറ്റ് ചങ്ങനാശ്ശേരി ഡയസിൻ്റെ മാനേജ്മെൻറ്റിൽ ആദ്യമായി കുറുമനാടത്ത് സ്കൂളിൽ കയറി. പിന്നീട് എൻ്റെ സ്നേഹിതൻ, ഒരു ബഹുമാനപ്പെട്ട പുരോഹിതൻ എന്നെ നിർബന്ധമായിട്ട് കൂത്തുറപ്പള്ളി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. അതായത് LP സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു മിഡിൽ സ്കൂളിലല്ല ഹൈസ്കൂളിനോട് ചേർന്ന് പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് കൂത്തുറപ്പള്ളി പോയി. കൂത്തുറപ്പള്ളി 20 കൊല്ലത്തോളം അധ്യാപകനായിട്ട് കഴിഞ്ഞു. സ്കൂളിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് അധ്യാപക സംഘടനയിലും അധ്യാപകരുടെ ഒരു സഹകരണ സംഘം ഉണ്ടാക്കുന്നതിനും ഒക്കെ അക്കാലത്ത് തലക്കിരുന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. ഇന്ന് ഇദ്ദേഹത്തെ പോലെയുള്ള എൻ്റെ ശിഷ്യന്മാരെ കൂത്തുറപ്പള്ളിയിൽ എത്ര വയസ്സ്, 60 വയസ്സിനും 70 വയസ്സിനും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ 63 ഞാൻ ചെല്ലുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 12 വയസ്സാണ്. അതെ. അപ്പോൾ 12 വയസ്സ് ഉള്ള കുട്ടികൾ മുതൽ ഇന്നത്ര കൊല്ലമായിരുന്നു കണക്ക് കൂട്ടുക. അതുപോലെ വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ ആയ ആളുകളാണ് ഇന്ന് ശിഷ്യഗണത്തിൽ. 53 വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ട്. പിന്നെ അധ്യാപക രംഗത്ത് പേഴ്സണലായിട്ട് വല്ലതും പറയണം. പറഞ്ഞോ സാറേ. അധ്യാപക രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡും മാനേജ്മെൻറ്റ് അവാർഡും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ദേശീയ അവാർഡും ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജിൻ്റെ ബെസ്റ്റ് സോഷ്യൽ വർക്കർ എന്നുള്ള അവാർഡും ഒക്കെ അങ്ങനെ കിട്ടി. ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഭാര്യ സെൻറ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ സ്റ്റേഷനിലെ അധ്യാപികയായിരുന്നു. പുള്ളിക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടാനും അവരുടെ ആവശ്യങ്ങളിൽ പോകാനും ഒക്കെ പുള്ളി ഇങ്ങനെ തിരക്കി നിൽക്കും. പല ആളുകൾക്കും പുള്ളിക്കാരികളും പൊതുരംഗത്ത് പോകാൻ കൂട്ടുകാരികൾക്കൊക്കെ താല്പര്യക്കുറവും പല പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് വൈഫാണ് അവരെ കൂട്ടിയെടുപ്പിച്ച് വണ്ടിയും കൊണ്ടൊക്കെ പല കാര്യങ്ങളിൽ വിവാഹ വേദികളിലോ മരണാനന്തരങ്ങളിലോ മറ്റേ സമ്മേളനങ്ങളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് മുൻകൈയെടുത്ത് വൈഫും പ്രവർത്തിക്കുന്നു. എനിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ചെറുപ്പം മുതലേ ഒരു ചെറുപ്പക്കാരായ കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ ഈ അമ്പലത്തിൻ്റെ അവിടെ താമസിക്കുമ്പോഴും വന്ന് നടക്കാനുള്ള വീട്ടിലോട്ട് വരാൻ വഴി പോലും ഞാൻ മുൻകൈ എടുത്താണ് ഒരു 4 വരി വഴി വീട്ടിലോട്ട് വരാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയത്. ബാക്കി തൊണ്ടായിരുന്നു ഞങ്ങളുടെ വഴി. അന്നും കുറേ ചെറുപ്പക്കാരെൻ്റെ വീട്ടിൽ വന്നിരുന്ന്, ഞാൻ ഫാദർ മരിച്ചു, അമ്മയും ഞാനും സഹോദരനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട് വളരെ സ്വതന്ത്രമായി, ആർക്കും വരാൻ. അങ്ങനെ കുറേ ചെറുപ്പക്കാർ കുറുമനാടത്ത് ഇന്ന് അവരൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ കോടീശ്വരന്മാരും പ്രായമുള്ളവരും വലിയ ബിസിനസ്സുകാരും വലിയ നിലയിലൊക്കെ കഴിയുന്നുണ്ട്. അതൊരു വലിയ സന്തോഷം. ഇപ്പോഴും എനിക്ക് കുറേ ചെറുപ്പക്കാർ കൂട്ടുകാരുണ്ട്. പിന്നെ പഴയ കൂട്ടുകാരെല്ലാം കൂടെ ഒരു ദിവസം ഇവിടെ കോഴിക്കോട്ടു നിന്നും എറണാകുളത്തു നിന്നും ചെങ്ങന്നൂർ നിന്നും എല്ലാം പഴയ ആളുകളെല്ലാം കൂടെ വന്ന് ഒരു കൂട്ടായ്മ നടത്തി ഒരു സന്തോഷം തോന്നി. പിന്നെ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ സ്വാശ്രയ സംഘങ്ങളുണ്ട്. 2 സ്വാശ്രയ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പെൻഷൻ സംഘടനയുടെ റിട്ടയർ ചെയ്തപ്പം മുതൽ അതിൻ്റെ ഒരു നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞാനിതൊക്കെ പറയുന്നത് പ്രായമായിട്ട് ചുമ്മാതിരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന എൻ്റെ ഒരു എനർജി എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി സീനിയർ സിറ്റിസൺ പോലെ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അത് ഞാനും എൻ്റെ അധ്യാപകനായിരുന്ന ഇവിടുത്തെ ഒരു KJR സാറും കൂടെയാണ് പോയി സ്ഥാപിച്ചത്. ഇന്ന് ചങ്ങനാശ്ശേരിയിലെ വലിയ നിലയിലുള്ള ആളുകളെ ആണ് അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ 2 പ്രാവശ്യം പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ സ്ഥാപന കെട്ടിടങ്ങളൊക്കെ വാങ്ങിച്ചത് എൻ്റെ പേരിലാണ്. ഇപ്പോഴും ഞാനത് തമാശ പറയും, ഞാനത് മക്കൾക്ക് വിൽപ്പത്രം എഴുതും. ഏതാണ്ട് 1 കോടി രൂപയോളം ആസ്തിയുള്ള ഒരു കെട്ടിടവും സൗകര്യങ്ങളുമാണ്. അങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു. ഇങ്ങനെ ശിഷ്യന്മാരെ ഓർത്ത് വരുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും പല വേദികളിലും ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ പഠിപ്പിച്ച ശിഷ്യന്മാരെ, അത് ആണുങ്ങളെയും സ്ത്രീജനങ്ങളെയും കാണാനുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് വല്യമ്മമാരും ഒക്കെ ആയി എന്നുള്ള ഒരു അവസ്ഥ കൂടെ ഉണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ ദൈവാനുഗ്രഹത്താൽ വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. എന്നാലും ബൈപ്പാസും ഹെർണിയയുടെയും പേസ് മേക്കറും ഒക്കെ വെച്ചിട്ടുണ്ട്. ചികിത്സയിൽ വേണ്ടുന്ന രീതിയിലൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം കൂട്ടായ്മയിൽ ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നു. അപ്പം ഞങ്ങളെ അന്വേഷിച്ച് ഒരു
ഇങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ അധ്യാപകര് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ഗുരു മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്ന പോലെ അവരെ ഓർക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്ന ശിഷ്യന്മാരെ കാണുന്നത്, ശിശുഗണങ്ങളെ കാണുന്ന ഒരു സന്തോഷമാണ്. അപ്പം ഞങ്ങളെ തിരക്കി ഇവിടെ വന്നതിന് പ്രത്യേകമായി പേര് വിനയമാണ്. താങ്ക് യു സോ മച്ച് സാർ. ഈ എപ്പിസോഡ് നിർത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം പറയാം. സാർ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നറിഞ്ഞു. സാറിന് അതിനുണ്ടായ പ്രചോദനം, അതോ ഇതിനു മുമ്പൊക്കെ മത്സരിക്കാറുണ്ടായിരുന്നോ? ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പ്രചോദനം എന്ന് പറയുന്നത്, എനിക്ക് കൂട്ടുകാരുണ്ട്, ഇവിടെ ഇരുന്ന് എല്ലാവരും വന്ന് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതി വിമർശന സ്ഥിരം നടത്തിക്കൊണ്ടിരുന്നു. വീടിന്റെ തിണ്ണയിലെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യവും എനിക്ക് ചില ആശയങ്ങളുണ്ടായിരുന്നു, ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. അതായത് ലാഭം ഉണ്ടാക്കുന്നതോ കമ്മീഷൻ വാങ്ങിക്കുന്നതോ അല്ലായിരുന്നു. പഞ്ചായത്തിന്റെ ചില പ്രവർത്തനങ്ങളിൽ, ചില വികസന കാര്യങ്ങളിലോ പരിഷ്കാര കാര്യങ്ങളിലോ സാമൂഹിക ക്ഷേമ കാര്യങ്ങളിലോ പറയാൻ പറ്റുമെന്ന് ആഗ്രഹിച്ച് ഞാൻ നിന്നതാണ്. അതിൻ്റെ പദവിയോ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി എൻ്റെ പേരിനോ പെരുമയ്ക്കോ ഒന്നും വേണ്ടിയല്ല. പക്ഷേ ഈ സമൂഹത്തിൽ എൻ്റെ പ്രായത്തിൽ നിന്ന് കിട്ടിയ അനുഭവവും അറിവും പങ്കുവെക്കാം, എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ നിന്നത്. വനിതാ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് സ്ഥാനം നോക്കിയല്ല, വനിതാ പ്രസിഡന്റ് കീഴിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരിക്കാൻ ചിന്തിച്ചത് അതിൽ നിന്നുള്ള ലാഭവാർത്തല്ല. പക്ഷേ അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെടുത്തി എനിക്ക് വോട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ തോറ്റുപോയി. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പഠിച്ചു, ഞാൻ ജീവിക്കുന്ന സമൂഹം ഇന്ന് എന്താണെന്നുള്ളത്. ഞാനതൊരു ഉപദേശമായിട്ട് പറയാണ്. ഈ കെട്ടിപ്പിടിക്കുകയും സ്നേഹം കാണിക്കുകയും കൂടെ നടക്കുകയും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ചെറിയ വികാരപരമായ കാര്യം വരുമ്പോൾ ഇട്ടെറിഞ്ഞ് വെച്ച് പോകുന്നു. അതായത് യാതൊരു മൂല്യവും സ്നേഹമോ വിശ്വസ്തതയോ സത്യസന്ധതയോ ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പഠിച്ചത് ഈ ഇലക്ഷനോട് കൂടിയാണ്. അതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. അല്ല, വിദ്യ ഒരാൾക്കല്ലേ ഉള്ളൂ സാറേ, ബാക്കിയുള്ളവർക്കെല്ലാം നമുക്ക് വേറെ ലെവലിൽ ചിന്തിച്ചാൽ മതി. താങ്ക് യു. അമ്മാമ്മയെ പറ്റി, ടീച്ചറിനെ പറ്റി ഒരു 2 വാക്ക് പറയാമോ, പരിചയപ്പെടുത്താമോ? കെ ജോസഫ് സാറുമായിട്ടുള്ള ബന്ധവും കുടുംബവും? ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ടീച്ചർ കുത്രപ്പള്ളി ഹെഡ് മാസ്റ്ററായ കെ ജോസഫ് സാറിന്റെ വൈഫാണ്. ചോദിക്കുന്നതിന് കുഴപ്പമില്ല, മതി. താങ്ക് യു. സാറിന്റെ സഹോദരങ്ങളെ പറ്റി കൂടെ 2 വാക്ക് പറഞ്ഞിട്ട്. ഞങ്ങളെ 7 മക്കളാണ് കുടുംബത്തില്. അതേക്കുറിച്ചൊക്കെ അറിയാൻ ഒത്തിരി കാര്യമാണ്. 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. അതിലെ ഒരു സഹോദരി കഴിഞ്ഞ 3 മാസം മുമ്പ്, അല്ലേ, 3 മാസം മുമ്പാണ് പുനലൂരായിരുന്നു, മരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു. ശവസംസ്കാരത്തിനും പോയി. ഇനി 7 പേരിൽ അവശേഷിക്കുന്നത് ഞാൻ. താങ്ക് യു സോ മച്ച് സാർ. സാറിന് മുന്നോട്ടുള്ള ജീവിതകാലം കൂടുതൽ സന്തോഷകരവും സമാധാനപരമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറിന് എല്ലാവിധ നാമോഭാഗവും. താങ്ക് യു സോ മച്ച്.